ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ വന്നിട്ട് വെച്ചാൽ ഞാൻ വ്ലോഗ് എടുക്കാം. നമ്മൾ കുറേ ലോങ് വീഡിയോ ഒക്കെ ചെയ്തിട്ട് അപ്പം ഒരു ഡേ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പം ഇന്ന് വന്നിട്ട് രാത്രിയാണ്. രാത്രി തൊട്ട് നാളെ നമ്മൾ കുറച്ച് പരിപാടിയുണ്ട്, പെരുന്നാൾ കാര്യങ്ങളായതുകൊണ്ട്. അപ്പം അതിലേക്ക് കുറച്ച് സാധനങ്ങൾ വെക്കാൻ പോകുന്നത് ഷോപ്പിംഗ് എന്ന് പ്രതീക്ഷിക്കാം. അപ്പം ഞാൻ വിചാരിച്ചു വ്ലോഗ് എടുക്കാം. അതിലത്തെ കുറച്ച് ക്ലിപ്പും ഇന്നത്തെ കുറച്ച് ക്ലിപ്പും കാണിച്ചു തരാം. ഓക്കെ, ഞാൻ ഫുഡ് കഴിച്ചോളാം. ക്ലിക്കാണ് കഴിച്ചു. ഇനിയിപ്പോൾ പരിപാടി വെച്ചാൽ അപ്പോൾ സമയം വന്നിട്ട് 8 മണിയായിട്ടുണ്ടാവും. ഒരു ഫിലിം എടുത്തിരുന്നു, പേർക്ക് ഓർമ്മയില്ല. ഇതിൽ ഇറങ്ങിയതാണ്. സോ അത് എന്തിനും എനിക്ക് പോകണം. ഓക്കെ, നമുക്ക് സ്കിൻ കെയർ ഒക്കെ കാണിച്ചു തരാം. സോ ഗൈസ്, അപ്പം ഞാൻ എൻ്റെ സ്കിൻ കെയർ ഡെയിലി സ്കിൻ കെയർ ആണ് നമുക്ക് കാണിച്ചു തരാൻ പോകുന്നത്. കുറച്ച് സാധനങ്ങളിൽ ഞാനത് ഫുള്ളായി കാണിച്ചു തരാം. ഞാൻ മോയ്സ്ചറൈസർ യൂസ് ചെയ്യാറില്ല ഗൈസ്. ഞാൻ ഈ ക്രീമാണ് യൂസ് ചെയ്യാറ്. ഡെർമാറ്റച്ചിൻ്റെ ഈ ഒരു ക്രീം ഇതിൻ്റെ ബോട്ടിൽ തീർന്നിട്ടുണ്ട്, വീടാനായിട്ടുണ്ട്. കുറച്ച് കൂടെ ഉള്ളൂ. ഇതിൻ്റെ വീടാൻ ചെയ്തിട്ടുണ്ട് ഒരു ഷോപ്പിലോ. അപ്പം അടിപൊളി പ്രൊഡക്റ്റാണ്, അതുകൊണ്ട് ഞാൻ വേറെ ഒന്നും പറയുന്നില്ല. ഇത് വന്നിട്ട് ഫസ്റ്റ് ഞാൻ അപ്ലൈ ചെയ്യും. ഇത് അതേമാതിരി ഡ്രൈ സ്കിന്നിന് പറ്റിയതാണ്, അതാണ് ഞാനത് ആദ്യം യൂസ് ചെയ്യുന്നത്. വേറെ ഒന്നുമല്ല, എൻ്റെ ഇത് ഓയിലി സ്കിന്നാണ്. അപ്പം എൻ്റെ ഫേസിൽ ഓയിൽ നല്ല രീതിയിൽ താങ്ങുന്നത് ഞാൻ ശ്രദ്ധിച്ചിരുന്നു. അതുകൊണ്ട് ഞാൻ ഇത് ഫസ്റ്റ് യൂസ് ചെയ്യലാക്കി. അടിപൊളി പ്രൊഡക്റ്റാണ്, എല്ലാ സ്കിന്നും വർക്കാനുണ്ട്. എൻ്റെ സ്കിന്നിന് പ്രത്യേകിച്ച് വർക്കാണില്ല, അതുകൊണ്ട് തന്നെ ഞാൻ സ്കിപ്പ് ചെയ്യുന്നില്ല. ഫസ്റ്റ് ഞാൻ ഈ ഒരു ക്രീം യൂസ് ചെയ്യും. ഇത് കോജിക്കാസിൻ്റെ 2% ക്രീമാണ്. ഓക്കെ, അത് ഞാൻ യൂസ് ചെയ്യും. പിന്നെ നെക്സ്റ്റ് വന്നിട്ട് ഞാൻ പറഞ്ഞല്ലോ ഓയിലി സംഭവം ഉണ്ട് എൻ്റെ ഫേസിൽ. അപ്പം അത് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഈ ഒരു സിറമാണ് യൂസ് ചെയ്യാറ്. ഇതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, അപ്പം കാണാത്തവരൊന്നും ജസ്റ്റ് പോയി കണ്ടു നോക്കാം. അപ്പം അതിനെ കൂടുതൽ പറയാനൊന്നുമില്ല. അടിപൊളി അടിപൊളി സിറമാണ്. അതേമാതിരി ഇതിൽ വന്നിട്ട് ഇത് എന്തൊക്കെ ഉണ്ടെന്നൊക്കെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇൻസ്റ്റാ പറയണ്ടല്ലോ. ഇത് വന്നിട്ട് അടിപൊളിയാണ്. ഓയിൽ സ്കിൻ നല്ല രീതിയിൽ ഡ്രൈ ആകും ഫേസ്. അപ്പോൾ ഞാൻ ആ ക്രീം യൂസ് ചെയ്തിട്ടുണ്ട്. ഫേസിൽ ഓയിൽനെസ് ഈ ഒരു സിറം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സെറ്റ് ആവാറുണ്ട്. അപ്പം അടിപൊളി ഒരു സിറമാണ് ഇത്. ഓക്കെ, ഇതുകൊണ്ട് ഞാൻ 2 ഡ്രോപ്സ് ഒക്കെ എടുക്കാറുള്ളൂ. അതുകൊണ്ട് ഈ ഫേസിന് അത്യാവശ്യം വലിയ ഫേസാണ്. അത് തന്നെ കാരണമാവുന്നത് അടിപൊളി ഇതാണ്. അപ്പം ഞാൻ ഏതാണ് യൂസ് ചെയ്യാറോ. പിന്നെ വന്നിട്ട് എൻ്റെ ഫേസിൽ കുറേ പാടുകളുണ്ടായിരുന്നു. ആ പാടൊക്കെ പോകാൻ സഹായിച്ചൊരു ക്രീമാണ്, എപ്പോഴും ഇത് യൂസ് ചെയ്യുന്നത്. അപ്പം ഇതാണ് വന്നിട്ട് എല്ലാവർക്കും അറിയുന്നൊരു ക്രീമാണ് വിജയിക്കുന്നു, പെട്രോളിയം ക്രീം. ഞാൻ ഇതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഞാൻ ഇതിൻ്റെ ലോങ് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം ഈ ക്രീമാണ് അടിപൊളിയാണ്. ഞാൻ ഇത് ഫുള്ളായിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യാറില്ല. അപ്ലൈ ചെയ്യേണ്ട ഒരു വീഡിയോ ഞാൻ ചെയ്തത് കാണാൻ പറ്റും. അപ്പം ഇതും യൂസ് ചെയ്യാം. നെക്സ്റ്റ് വന്നിട്ട് ഞാൻ എൽബോസ് ആൻഡ് പിന്നെ ഇവിടുത്തെ നെക്ക് അതേമാതിരി അണ്ടർആം ഇതിനൊക്കെ യൂസ് ചെയ്യാൻ ഡെയിലി നൈറ്റ് യൂസ് ചെയ്യുന്ന ഒരു ക്രീമാണ് ഈ ഒരു ക്രീം. ഇതും പറയല്ലേ ഗൈസ്, ഒന്നും പറയില്ല. അതുപോലെ ഈ ഞാൻ ചെയ്യുന്ന വീഡിയോയിൽ അത്യാവശ്യം യൂസ് വരുമ്പോൾ ഇതിൻ്റെ തന്നെയാണ്. ഇത്രക്കും അടിപൊളിയാണ്, ഒന്നും പറയാനില്ല. ഫസ്റ്റ് ട്രൈ ഇങ്ങനത്തെ പിഗ്മെന്റേഷൻ ഉണ്ടെങ്കിൽ ഇതിൻ്റെ ട്രൈ ചെയ്തു. എൻ്റെ വീഡിയോ കാണാൻ പോയി കണ്ടിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞിട്ട് ട്രൈ ചെയ്തു. ഓക്കെ, എന്നിട്ട് ഞാൻ ചുണ്ടേക്ക് വരുമ്പോൾ അത്യാവശ്യം ഡാർക്ക് ലിപ്സ് ആയിരുന്നു ഇത്. പിന്നെ അങ്ങനെ കുറേ വീഡിയോ കണ്ടിട്ട് പൈസ ശേഖരിച്ച് ഈ ഒരു ലിബാം മേടിച്ചു. അത്യാവശ്യം നല്ല ഞാൻ പുറത്തുനിന്ന് തന്നെ മേടിച്ച്. അപ്പോൾ ഓൺലൈനെക്കാട്ടും നല്ല പൈസ തന്നെ ഈ ലിബാമിനുണ്ടായിരുന്നു. അപ്പം ഞാനത് ഇപ്പോൾ അത്യാവശ്യം കഴിഞ്ഞതാണ്. ഇങ്ങനെയൊക്കെ ഒന്നും ഇരിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ഒന്നുമില്ല. അതും നല്ല യൂസ് ചെയ്ത് ലോ എഫക്റ്റ്. എനിക്കിത് യൂസ് ചെയ്തിട്ടൊന്നും തോന്നിയില്ല. അതിന് സത്യസന്ധമായിട്ടുള്ള റിവ്യൂ ആണ്. കുറേ റിവ്യൂസ് കേട്ടിട്ടാണ് ഈ സംഭവമായിരുന്നു. അപ്പം നിങ്ങൾക്ക് വേണേൽ വാങ്ങാം. SPF ഉള്ള നല്ലൊരു ലിബാമാണ്. ലിബാമായിട്ട് യൂസ് ചെയ്യുക. അല്ലാണ്ട് പിഗ്മെന്റേഷൻ പോകുമെന്ന് പറഞ്ഞ് ആ ഒരു ഇതിൽ മേടിച്ചിതാക്കേണ്ട. ലൈറ്റിൻ്റെ സാമൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട് സംഭവം. കോജിക് ആസിഡ് നിയാസിഡ് ഒക്കെ ഉണ്ടെന്ന് ഫീലിക്കുന്നു. പക്ഷെ അതിനുള്ളത് കിട്ടുന്ന പോലെ പിഗ്മെന്റേഷൻ പോകുന്നതിൽ ഫീൽ ചെയ്തിട്ടില്ല. അതുകൊണ്ട് രാത്രി ഞാൻ ഇത് നിർത്തി ഹാൻഡ് ഇതാണ് ഞാൻ ഇപ്പോൾ നൈറ്റ് യൂസ് ചെയ്തത്. ഇത് ഒന്നും പറയാനില്ല ഗൈസ്, ഇത്രയും ഞാൻ യൂസ് ചെയ്ത് ആദ്യത്തെ 1, 2, 3 ആഴ്ച പോലെ ഒന്നും കണ്ടിട്ടില്ല. പക്ഷെ ഞാൻ ചാറ്റിനോട് ചോദിച്ചു ഇപ്പോൾ നല്ല അഭിപ്രായം പറഞ്ഞോളൂ. ഞാൻ ഇത് ഡെയിലി യൂസ് ആക്കി 100% റിസൾട്ട് നിങ്ങൾക്ക് തരും. പക്ഷെ കുറേ യൂസ് ആണ്. അതായത് എനിക്ക് നല്ല ഇൻഫർമേഷൻ ഉണ്ടായി. ഞാൻ ഡെയിലി ലിപ്സ്റ്റിക് സ്കൂൾ പോകുമ്പോൾ കോളേജ് പോകുമ്പോൾ വലിയോട്ടാറുണ്ട്. ചിലപ്പോൾ ഇതിൽ ലിപ്സ്റ്റിക്കിൻ്റെ ഒരാളായിരുന്നു. സോ ഇതാണ് ഞാൻ കറൻറ്റ് ഇപ്പോൾ നൈറ്റ് യൂസ് ചെയ്യുന്നത്. ലിബാമായിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് റൂട്ടീൻ ഇതേ ഉള്ളൂ. ക്ലെൻസ് ചെയ്യും, ഫേസ് നല്ലതായിട്ട് ക്ലെൻസ് ചെയ്യും. അതിൻ്റെ അത് ക്ലെൻസ് ചെയ്യുന്നതിന് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് റോസ് വാട്ടറും ആൻഡ് റോസ് വാട്ടറും ഗ്ലിസറിനും ക്രീമിലേക്ക് നല്ല രീതിയിൽ സ്ക്രബ് ചെയ്യും ഫേസ്. എന്നിട്ടാണ് ഞാൻ ഫേസ് വാഷ് ചെയ്ത് അത്യാവശ്യം അടിപൊളി റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ഇപ്പം ഗ്ലിസറിൻ ഉണ്ടാവും ഇത്ര അയക്കുന്നു. കുറച്ച് ദിവസം യൂസ് ചെയ്തിട്ട് കഴിക്കുന്നുള്ളൂ. നോക്കട്ടെ, അടിപൊളി റിസൾട്ടാണ് ഞാൻ ഒരു വീഡിയോ എല്ലാം ചെയ്യാവുന്നതാണ്. ഓക്കെ, സ്കിൻ കെയർക്ക് വരുമ്പോൾ ഇത്രയല്ലോ. സോ ഗൈസ്, നമ്മൾ ഡ്രസ്സ് ചെയ്ത് വാങ്ങിയിട്ടുണ്ട്. ഇതാണ് ഞാൻ ഇടുന്നത്. ഫുൾ ഔട്ട്ഫിറ്റ് ഞാൻ മാറ്റി കാണിച്ച് തരാവുന്നതാണ്. അപ്പം
മേക്കപ്പിലേക്ക് വന്നിട്ട് ഒരു മിനിമം മേക്കപ്പ് ലുക്കാണ് ഞാൻ ചെയ്യണത്. അങ്ങനെ ഗൈസ് മാറ്റുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അതായത് ഗെറ്റ് റെഡി വിത്ത് മീ ഒന്നും എടുക്കാൻ പറ്റിയില്ല. നമ്മൾ വേഗം നിന്ന് ഇട്ട് ഫ്രണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവളാണ് പോയത്. മെയിനായിട്ട് അവളെ കുറച്ച് ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യാനായിരുന്നു. അവൾ ഇവിടെ പുറത്താണ് പഠിക്കുന്നത്. അതേപോലെ തന്നെ എനിക്ക് ഡ്രസ്സ് എടുക്കാനായിരുന്നു. അങ്ങനെ ഞങ്ങൾ നേരെ വിട്ട്. സോ ഗൈസ് നമ്മളങ്ങനെ ബീച്ചിലെത്തിയിട്ടുണ്ട്. ബീച്ച് കാണിച്ചിടാം. അപ്പം നമ്മൾ ഔട്ട്ഫിറ്റ് വന്നിട്ടാണ് നമ്മൾ ഏകദേശം രാവിലെ ഒരു 12 ആകുമ്പോൾ തന്നെ ബീച്ചിലെത്തിക്കുന്നത്. ഞായറാഴ്ച ആയിരുന്നു. നമ്മൾ വിചാരിച്ചത്ര ആൾക്കാരൊന്നും ഇല്ല. അതേമാതിരി തന്നെ ബീച്ച് വലിയ വൈബൊന്നുമില്ല രാവിലെ തന്നെ ആയതുകൊണ്ട്. ബീച്ചിൻ്റെ വൈബ് കിട്ടണമെങ്കിൽ അത് എന്തായാലും നൈറ്റ് തന്നെയാണ് മസ്റ്റ്. അത് ഇതാണ് നമ്മൾ ബീച്ച്. അവിടെ ഇവിടെ കുറച്ച് ആൾക്കാരുണ്ട്. അപ്പോൾ ഗൈസ് നമ്മൾ ഇവിടെ ഇരിക്കുകയാണ്. എവിടെ ബീച്ച് ഒന്ന് കാണിച്ചോ? ഞാൻ ലിപ്സ്റ്റിക്കിട്ടെ നമ്മളിപ്പോൾ കാണുകയും ചെയ്യും. ഇത് മേക്കപ്പ് ചെയ്യാനാണ് വന്നത് എന്ന് നിങ്ങൾ വിചാരിക്കരുത്. ബേക്കിലെന്താ ഗൈസ് നമ്മൾ ബീച്ചിൻ്റെ സൗന്ദര്യം ആസ്വദിച്ച് നമ്മൾ ഇവിടെ ഇരിക്കുകയാണ്. നേരെ മുന്നിൽ ബീച്ചാണ്. നമ്മൾ നല്ല സ്ഥലത്തൊക്കെയാണ് ഇരിക്കുന്നത് ഗൈസ്. നമ്മൾ ഈ പ്രോഗ്രാമൊക്കെ നടക്കുന്ന സ്റ്റേജിൻ്റെ ബേക്കിലുള്ള സ്ഥലത്താണ് ഇരിക്കുന്നത്. അവിടെ നേരെയുള്ള വ്യൂ ആണിത്. എന്നാണ് എൻ്റെ ചങ്ക് ഗൈസ്. ഞങ്ങളെ ബന്ധം എന്ന് വെച്ചാൽ നിങ്ങൾ അറിയണം. ഞങ്ങൾ LKG തൊട്ടിട്ട് നേഴ്സറി തൊട്ടിട്ട് കൂടെ പഠിക്കുന്ന ബന്ധമാണ് ഞങ്ങൾക്കുള്ളത്. അങ്ങനെ ഞങ്ങളെ ബീച്ചിൽ നേരെ വിട്ട് നമ്മൾ ഡ്രസ്സ് എടുക്കാനാണല്ലോ വന്നത്. അങ്ങനെ ഞങ്ങൾ മനാഞ്ചിറയിൽക്കൂടെ SM സ്ട്രീറ്റിലേക്ക് പോകുന്ന ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അങ്ങനെ സ്ട്രീറ്റിലെത്തി വണ്ടി ഒന്ന് പാർക്ക് ചെയ്യാൻ സ്ഥലമില്ലായിരുന്നു ഗൈസ്. ഇങ്ങനെയൊക്കെ എവിടേക്കോ നിർത്തി നമ്മൾ SM സ്ട്രീറ്റിൽ എത്തിയിരിക്കുകയാണ്. അപ്പം ഒന്നും പറയാനില്ല, അത്രയ്ക്കും തിരക്കായിരുന്നു ഗൈസ്. ഇവിടെ നിങ്ങൾ ഇപ്പോൾ തിരക്ക് കാണുന്നില്ലെങ്കിൽ ഉള്ളിൽ നല്ല തിരക്കായിരുന്നു. ഞായറാഴ്ച ആയതുകൊണ്ട് ഒന്നും പറയാനില്ല. അങ്ങനെ നമ്മൾ കുറേ ഷോപ്പിൽ കയറി ഡ്രസ്സൊക്കെ എടുത്ത് നേരെ ഹൈലൈറ്റ് മാൾക്ക് ഇട്ട്. ഹൈലൈറ്റ് മാൾക്ക് വരുന്ന ദൃശ്യങ്ങൾ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. സോ ഗൈസ് നമ്മൾ മാളിലാണ് ഇപ്പോൾ ഉള്ളത്. നമ്മുടെ കൂടെ നമ്മളെ ചങ്കുണ്ട്. ചങ്ക് അത് ചങ്ക് പിടയ്ക്കാണിപ്പോൾ. നമ്മൾ SM സ്ട്രീറ്റിന് ഒരു ടോപ്പും ഒരു സ്കേർട്ടുമാണ്. അപ്പം ഞാനൊരു ഈദ് വ്ളോഗ് തന്നെ ഇടാവുന്നതാണ്. സോ നമുക്ക് അതിൽ കാണാം ഔട്ട്ഫിറ്റ്. നമ്മളിപ്പോൾ നമ്മളെ ഒരു ഫ്രണ്ടുണ്ട്. അപ്പം അവളെയും കൂടി കണ്ടിട്ട് പോകാം. ഫുഡ് കഴിക്കണം. ഫുഡ് കഴിച്ചിട്ടില്ല വിളിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം ബാക്കി നോക്കാം. അങ്ങനെ ഹൈലൈറ്റ് മാളിൻ്റെ ഏറ്റവും മുകളിലത്തെ ഫ്ലോറിൽ നിന്ന് താഴോട്ട് കാണുന്ന ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അങ്ങനെ ഞായറാഴ്ച ആയതുകൊണ്ട് കുറച്ച് തിരക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പം എൻ്റെ ഫ്രണ്ടിന് അവളുടെ ഫ്രണ്ടിനെ കാണാനുണ്ടായിരുന്നു. അപ്പം അവർ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. ഞാൻ എന്തൊക്കെ പറയുന്നുണ്ട്. അപ്പം കുറേ വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിച്ചൊന്നും നടന്നില്ല എന്ന് ഇങ്ങനെ സങ്കടത്തോടെ പറയുകയാണ്. അവൾ എന്നോട് എന്തെങ്കിലും ചോദിക്കുന്നുണ്ട്. അവൾ പുറത്താട്ടോ പഠിക്കുന്നത്. അപ്പം അവൾക്ക് അവളെ ഫ്രണ്ട്സിനെയൊക്കെ മീറ്റ് ചെയ്യണം. അവളെ പഠിച്ച ഫ്രണ്ട്സ് അവിടെ തന്നെ പഠിച്ച ഏതൊക്കെ ഫ്രണ്ട്സാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും നിങ്ങൾ ആദ്യമേ ഒരുമിച്ച് പഠിച്ചതാണെന്നല്ലേ പറഞ്ഞത് ഗൈസ്. അതെ, ഞങ്ങൾ ഒരുമിച്ചായിരുന്നു പഠിച്ചത്. പക്ഷേ +2 കഴിഞ്ഞ നേരം അവൾ വേറെ കോഴ്സിന് പോയി. അങ്ങനെ അവിടുത്തെ ഫ്രണ്ട്സായിട്ട് അവർ കാണാനാണ്. ഓക്കെ, സെറ്റായതൊന്നുമില്ല. സോ നമ്മളത് പറ്റിയതും തപ്പി നടക്കാൻ എൻ്റെ ഫ്രണ്ടുണ്ട്. ഞാൻ പറഞ്ഞു തന്നത് നല്ലൊരു ഫുഡ് കോർട്ട് തപ്പി നടക്കുകയായിരുന്നു. പറ്റിയൊന്നും കണ്ടില്ല. അങ്ങനെ നമ്മൾ അവിടുന്ന് ചെറിയ ഫുഡൊക്കെ കഴിച്ച് അവിടുന്ന് നേരെ വിട്ടു. കാരണം നമുക്കതൊന്നും ഇഷ്ടപ്പെട്ടില്ല. അപ്പം നമ്മൾ നേരെ ബീച്ചിലേക്ക് വിട്ടു. ആ ദൃശ്യങ്ങൾ ഞാൻ എടുത്തിട്ടില്ല. കാരണം വണ്ടിയിൽ പോകുന്ന ദൃശ്യങ്ങൾ എന്തിനാണ്? ഞാനായിരുന്നു വണ്ടി ഓടിച്ചത്. അതുകൊണ്ട് തന്നെ എനിക്ക് എടുക്കാൻ പറ്റിയിട്ട്. അവളാണെങ്കിൽ ഏതോ ലോകത്തായിരുന്നു. അവൾ ഫ്രണ്ടിനെ കണ്ട് എക്സൈറ്റഡും കാര്യങ്ങളുമായിട്ട്. അങ്ങനെ ഒടുവിൽ നമ്മൾ ഒരു മന്തി സ്പോട്ട് കണ്ടുപിടിച്ചു. അടിപൊളി മന്തി ആയിരുന്നു ഗായ്സ്. എന്തോ ഹണി എന്തോ പറഞ്ഞിട്ടുള്ള ഒരു ഫ്ലേവർ ആയിരുന്നു. അങ്ങനെ നമ്മൾ അതും കഴിച്ച് ബീച്ചിൽ കുറച്ച് നടക്കാൻ വിചാരിച്ച് ഇറങ്ങി. അങ്ങനെ ആ ബീച്ച് അസ്തമയൊന്നും ഇല്ലായിരുന്നു. ഒരു മൈൻഡ് ഗോൾ ഉണ്ടായിരുന്നു.
ഞാൻ വണ്ടി ഓടിക്കുമ്പോൾ അവളായിരുന്നു വ്ളോഗ് എടുത്തത്. അങ്ങനെ ഞാൻ അവൾക്ക് കൊടുത്തു. ഒന്നുമല്ല, നല്ല മഴ ഉണ്ടായിരുന്നു. എൻ്റെ ഫേസ് മൊത്തം കണ്ടാരെ കണ്ണൊക്കെ പെരുങ്ങിയിട്ടുണ്ട്. അങ്ങനെ ചായ കുടിക്കാൻ വന്നതാണ്. വീടെത്തുന്നതിന് മുമ്പ് ഒരു ചായ കുടിക്കാൻ ഇറങ്ങിയതായിരുന്നു. ചായ ഒന്നല്ല നമ്മൾ കുടിച്ചത്, എന്തോ സർബത്തല്ല കുലുക്കി എന്ന് പറഞ്ഞത്, എന്തോ എനിക്ക് എൻ്റെ പേര് കറക്റ്റായിട്ട് അറിയില്ല. അങ്ങനെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് 8 മണി അങ്ങനെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പൈരെത്തുമ്പോഴേക്കും നമ്മൾ പെട്രോൾ തീർന്നിരുന്നു. ഞാൻ അപ്പോഴേ അവളോട് ചോദിച്ചാൽ പെട്രോൾ അടിക്കണമെന്ന്. അങ്ങനെ നമ്മൾ ഫ്രണ്ട് കൊണ്ട് തന്ന് അങ്ങനെ നമ്മളിങ്ങനെ പുറക്കെത്തി. അങ്ങനെ ഗൈസ് നമ്മൾ വീട്ടിലെത്തി. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.